നമസ്കാരം, ഞാൻ പരമേശ്വർ നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിലെ കാർത്തിക മുക്കാല രോഹിണി മകീരത്തര ഇടവക്കൂറുകാരുടെ ചന്ദ്രാനുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. അതേപോലെ തന്നെ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും, മോശഫലങ്ങളെയും സൂചിപ്പിക്കാനിട വരും. മോശഫലങ്ങളെ അറിയുവാൻ താല്പര്യമില്ലാത്തവരും വീഡിയോ കാണരുത്. എന്തായാലും ഇടവക്കൂറുകാർക്ക് ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിൽ സൂര്യൻ 4-ലും 5-ലുമായിട്ടാണ് നിൽക്കുന്നത്. 4 നിൽക്കുമ്പോഴും 5 നിൽക്കുമ്പോഴും അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. 17-ാം തീയതി വരെയാണ് 4-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തടസ്സങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു. 5-ലേക്ക് വരുമ്പോൾ ശത്രു, ദുഃഖ, രോഗ, ദുരിതങ്ങൾ വന്നു ചേരുക. നമ്മൾ ഒട്ടും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലമല്ല. ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ വന്നു ചേരുക, രോഗദുരിതങ്ങൾ വന്നു ചേരുക, വ്യാധികൾ അനുഭവിക്കാനിട വരിക എന്നൊക്കെ പറയുന്നത് നിങ്ങളും ഞാനും ആരും ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഈ സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ മഹാദേവനെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതായിട്ടുള്ള 2-ാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത്. 2-ൽ ചൊവ്വ നിന്ന് കഴിഞ്ഞാലും അത്ര നല്ല ഫലമല്ല പറയണത്. 2-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് നമ്മൾ വിശേഷപ്പെട്ടതായിട്ടുള്ള പ്രാധാന്യമുള്ളതായിട്ടുള്ള രേഖകളും ധനവും ഒക്കെ പ്രത്യേകിച്ച് സൂക്ഷിച്ചു വെക്കുക. തസ്കര ഭയം, കള്ളന്മാർ നിമിത്തം മോഷ്ടിക്കപ്പെട്ടു കൊണ്ടുപോകുവാനായിട്ടുള്ള ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ അഗ്നി സംബന്ധമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ വന്നു ചേരുന്ന ഒരു മോശഫലത്തെ ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാംച പാലയ പാലയ ഈ സ്തോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെയും നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും. ഈ സെപ്റ്റംബർ മാസത്തിൽ ബുധന് 3 മാറ്റങ്ങളുണ്ട്. 5-ാം തീയതി വരെ 3-ലാണ്, അതിനുശേഷം 23-ാം തീയതി വരെ 4-ൽ, അതിനുശേഷം 5-ലേക്ക് വരും. 3-ലും 4-ലും 5-ലുമായിട്ടാണ് ബുധന്റെ സ്ഥിതി. 3-ൽ നിൽക്കുമ്പോഴും 5-ൽ നിൽക്കുമ്പോഴും ബുധനെ കൊണ്ട് അത്ര നല്ല ഫലമല്ല പറയണത്. പക്ഷേ 5-ാം തീയതിക്കും 23-ാം തീയതിക്കും ഇടയ്ക്ക് 4-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് നല്ല ഫലത്തെയും സൂചിപ്പിക്കുന്നു. 4-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് ബന്ധു കുടുംബ അഭിവൃദ്ധി വന്നു ചേരുക, ബന്ധു ഗുണം അനുഭവേദ്യമായിട്ട് വരിക, ധനലാഭം ഉണ്ടാവുക, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലം. നല്ല ഫലങ്ങൾ വന്നു ചേരാനാണ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം, അല്ലേ? മോശഫലങ്ങൾ വരാൻ വേണ്ടിയിട്ട് ആരും ആഗ്രഹിക്കുന്നില്ല. 5-ാം തീയതി വരെ 3-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു. 23-ാം തീയതിക്ക് ശേഷം 5-ലേക്ക് വരുന്ന ബുധനെ കൊണ്ട് കലഹം ഉണ്ടാവാനായിട്ടുള്ള ഫലമാണ്. നമ്മൾ കുടുംബത്ത് കലഹം ഉണ്ടാവുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമില്ലല്ലോ. ഭാര്യ കലഹം, ഭർത്തൃ കലഹം, സന്താനങ്ങളോട് കലഹമൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ കലഹം ഉണ്ടാകുന്നത് തന്നെ ഒരു പരിധിവരെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ ഈ ബുധനെ കൊണ്ട് 23-ാം തീയതിക്ക് ശേഷം പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. വ്യാഴം ജന്മത്തിൽ നിൽക്കുന്നതും അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് കലഹം വന്നു ചേരുക, ബുദ്ധിമാന്ദ്യം ഉണ്ടാവുക, വേണ്ട ബുദ്ധി നമുക്ക് വേണ്ട സമയത്ത് തോന്നാതിരിക്കുക, വിചാരിക്കാതെ തന്നെ മറ്റു പലരോടും കലഹങ്ങൾ വന്നു ചേരുക. കലഹം ഉണ്ടാകുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. വിചാരിക്കാതെ തന്നെ ധനത്തിൽ ചെലവ് വന്നു ചേരുക, തൊഴിൽപരമായിട്ട് ട്രാൻസ്ഫർ ലഭിക്കുക. അപ്പോൾ ഈ മോശഫലങ്ങളെ നമുക്ക് ഗുരുവായൂരപ്പനെ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ ഇല്ലാതാവും. നമുക്ക് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിക്കഴിക്കുമ്പോൾ ആ രോഗം ഇല്ലാതാവും എന്ന് പറയുന്നത് പോലെ ഇല്ലാതാവൂലോ. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ പരിഭ്രമിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഗുരുവായൂരപ്പനെ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ ഈ മോശഫലങ്ങളൊന്നും നമ്മളിലേക്ക് വന്നു ചേരില്ല. നമുക്ക് വേണ്ടുന്ന സമയത്ത് വേണ്ട ബുദ്ധി വന്നു ചേരും. ട്രാൻസ്ഫർ പോലെയുള്ള കാര്യങ്ങളൊന്നും നമ്മളിലേക്ക് വരില്ല. 19-ാം തീയതി വരെ ശുക്രൻ 5-ലാണ്, അതിനുശേഷം 6-ലേക്ക് വരും. 19-ാം തീയതി വരെ ശുക്രൻ 5-ൽ നിൽക്കുമ്പോൾ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. സന്താനങ്ങൾ നിമിത്തം തന്നെ സന്തോഷം അനുഭവിക്കാനിട വരിക, സന്താന ലാഭം വന്നു ചേരുക, നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, ഗുരുജനങ്ങളെ കാണുവാനായിട്ട് സാധിക്കുക, ഗുരുവിൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങുവാനായിട്ട് സാധിക്കുക. ഇതൊക്കെ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലാണല്ലോ നമുക്ക് എല്ലാ കാര്യങ്ങളും ഏത് കാര്യങ്ങളും വളരെ നല്ല രീതിയിലുള്ള അനുഭവങ്ങൾ വന്നു ചേരുക. അപ്പോൾ 5-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് 19-ാം തീയതി വരെ. 6-ലേക്ക് വരുമ്പോൾ ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ചോറ്റാനിക്കര ഭഗവതിയെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മൾ നാമം ജപിക്കുമ്പോൾ സർവജ്ഞയെ സർവവരതേ സർവദുഷ്ടഭയങ്കരി സർവസ്യ ആർത്തിഹരേ ദേവി നാരായണ നമോസ്തുതേ ഇതേപോലെയുള്ളതായിട്ടുള്ള ലളിതങ്ങളായിട്ടുള്ള സ്തോത്രങ്ങൾ ജപിക്കുക. കണ്ടകശനി സ്ഥാനമായിട്ടുള്ള 10-ലാണ് ശനി നിൽക്കുന്നത്. നല്ല ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട്, മോശഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. നല്ല ഫലം എന്ന് പറയുന്നത് കർമ്മസിദ്ധി ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം നല്ല രീതിയിൽ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുമെങ്കിൽ പോലും അതിനനുസരിച്ച് ധനം വന്നു ചേരാത്തൊരു കാലയളവിനെ പറയുന്നത്.
ധനത്തിന് ചെലവ് വന്നു ചേരുക, ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവരും ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. വിദ്യയ്ക്കും യശസ്സിനും ഹാനി വരുന്നൊരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ശനി എന്ന് പറഞ്ഞാൽ മന്ദനാണ്. എല്ലാം പതുക്കെയാക്കി തീർക്കുക, മടിയുണ്ടാവുക, ആലസ്യം വന്നു ചേരുക, പഠിക്കാനായിട്ടൊന്നും കുട്ടികൾക്ക് തോന്നാത്തൊരവസ്ഥ. പഠിക്കാൻ നല്ല ബുദ്ധിയൊക്കെ ഉണ്ട്, പക്ഷേ ആ കുട്ടിക്ക് പഠിച്ചാലല്ലേ നല്ല ഫലം വരൂ. എന്തായാലും ഇടവക്കൂറുകാരുടെ ഗ്രഹപ്പിടാ ദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ശനിയെ കൊണ്ട് ശനൈശ്വരായ നമഃ എന്നുള്ള നാമമൊക്കെ ജപിച്ചോളൂ. എന്തായാലും ഗ്രഹപ്പിടാ ദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട്, കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് തന്നെ 628 220 18 72 എന്ന നമ്പറിൽ വിളിക്കാം. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാവഹാരവും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണെങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 18 72 എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.